നമസ്കാരം, ആനന്ദ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു നിർണായക ദൗത്യത്തിന് എപ്പോൾ വേണമെങ്കിലും സജ്ജമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേന. ദൗത്യത്തിന് തയ്യാറെന്നും നാവികസേന അധികൃതർ. റഷ്യ ഉക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷം രൂക്ഷമായി. ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര സമയത്ത് US പ്രസിഡന്റ് ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങളും ട്രംപിന്റെ കീഴിലെ താരിഫുകളും ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നാണയനിധി 2025 ആഗോള വളർച്ചാ പ്രവചനം 2.8% താഴ്ത്തി. പണപ്പെരുപ്പ ആശങ്കകൾക്കിടയിൽ UK-യിലുടനീളം ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയുന്നു. വാക്സിനേഷൻ വഴി തടയാൻ കഴിയുന്ന രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പൊട്ടിപ്പുറപ്പെടലിനെക്കുറിച്ച് ആശങ്കാജനകമായ സൂചനകൾ നൽകി ലോകാരോഗ്യ സംഘടന. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ബ്രിട്ടീഷ് യൂറോപ്യൻ പൗരന്മാർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതിന് വലിയ ഇളവുകൾ നൽകാനൊരുങ്ങി യൂറോപ്യൻ യൂണിയൻ. 20 എയർബസ് വൈഡ് ബോഡി വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്ത് സൗദി എയർലൈൻസ്. വാർത്തകൾ വിശദമായി. ഒരു നിർണായകമായ ദൗത്യത്തിന് എപ്പോൾ വേണമെങ്കിലും സജ്ജമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേന. ദൗത്യത്തിന് തയ്യാറാണെന്നും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തയ്യാറെന്ന് ഇന്ത്യൻ നാവികസേന എക്സിൽ കുറിച്ചു. എവിടെയും എപ്പോഴും ഐക്യമനഃശക്തി എന്ന് നാവികസേന കുറിച്ചു. പടക്കപ്പലുകളുടെ ഫോട്ടോയും ഇന്ത്യൻ നാവികസേന പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ നാവികസേന INS സൂറത്തിൽ നിന്നും ഏറ്റവും പുതിയ മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച് കരുത്ത് കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ കടലിലെ സൈനികാഭ്യാസത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്തെളിയിച്ചുകൊണ്ട് തങ്ങളുടെ അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. വടക്ക് കിഴക്കൻ സുമി ഖാർക്കീവ് മേഖലകൾ കേന്ദ്രീകരിച്ച് റഷ്യ ഉക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷം അതിരൂക്ഷമായി. റഷ്യയുടെ ദൈനംദിന പോരാട്ട ഇടപെടലുകളിൽ ഗണ്യമായ വർധനവുണ്ടെന്ന് ഉക്രൈൻ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ സൈനികരുമൊപ്പം ചേർന്ന് പോരാടുന്ന ചൈനീസ് പൗരന്മാരെ തിരിച്ചറിഞ്ഞ വ്യക്തികളെ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതും ഇത് ശ്രദ്ധേയമാണ്. ഇത് റഷ്യൻ സൈന്യത്തിലെ വിദേശ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങളും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ US നടപ്പാക്കിയ വർദ്ധിച്ചു വരുന്ന താരിഫുകളുമൊക്കെ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നാണയനിധി IMF 2025 ആഗോള വളർച്ചാ പ്രവചനം 2.8% താഴ്ത്തി. US അടക്കം ലോക വ്യാപാര വാണിജ്യ രാഷ്ട്രങ്ങൾക്ക് ഏറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണിതെന്നും IMF ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ നടപടികൾ പതിറ്റാണ്ടുകളായി തുടരുന്ന വ്യാപാര ഉദാരവൽക്കരണ നടപടികളെ മാറ്റിമറിക്കുകയും വിപണിയിലെ ചാഞ്ചാട്ടത്തിന് കാരണമാകുകയും ചെയ്യുന്നെന്നും വിലയിരുത്തലുണ്ട്. പണപ്പെരുപ്പ ആശങ്കകൾക്കിടയിൽ UK-യിലുടനീളം ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയുന്നു. UK-യിൽ 2023 നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഉപഭോക്തൃ ആത്മവിശ്വാസം താഴ്ന്നു എന്നാണ് റിപ്പോർട്ട്. ഇടിവിന് കാരണമാകുന്ന ഘടകങ്ങളിൽ സാമ്പത്തിക വിപണി അസ്ഥിരതയും പുതുക്കിയ പണപ്പെരുപ്പ ഭയവും ഉൾപ്പെടുന്നതായി സൂചനയുണ്ട്. പുതിയ അമേരിക്കയുടെ താരിഫുകളും യൂട്ടിലിറ്റികളിലും നികുതികളിലും ഉള്ള ആഭ്യന്തര ചിലവുകൾ വർദ്ധിക്കുന്നതുമൊക്കെ ഈ അവസ്ഥ വഷളാക്കുകയാണ്. ഈ മാസം ആദ്യമുണ്ടായ ഭൂകമ്പത്തിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ മ്യാൻമാർ പൊരുതുകയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി മെഡിക്കൽ ടീമുകളും ദുരിതാശ്വാസ സാമഗ്രികളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സഹായം രാജ്യത്ത് പ്രവർത്തനം തുടരുകയാണ്. എങ്കിലും അതിജീവിച്ചവരിൽ പലരും താൽക്കാലിക ഷട്ടറിലാണ് ഇപ്പോഴും. പ്രീ മൺസൂൺ കൊടുങ്കാറ്റുകൾ, പരിമിതമായ വിഭവങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ മ്യാൻമാർ ജനത നേരിട്ട് വരികയാണ്. വാക്സിനേഷൻ വഴി തടയാൻ കഴിയുന്ന രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പൊട്ടിപ്പുറപ്പെടലുകളെക്കുറിച്ച് ആശങ്കാജനകമായ സൂചനകൾ നൽകുന്നു ലോകാരോഗ്യ സംഘടന. യൂണിസെഫ്, ഗവി എന്ന സംഘടനകളും ഇതേ സൂചന തന്നെ നൽകുന്നുണ്ട്. വാക്സിനേഷനെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾ, മാനുഷിക പ്രതിസന്ധികൾ, വികസിത രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് US നടപ്പാക്കിയ ധനസഹായം വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ വെല്ലുവിളികൾ രോഗപ്രതിരോധ ശ്രമങ്ങളിലെ പതിറ്റാണ്ടുകളുടെ പുരോഗതിക്ക് ഭീഷണിയാണെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈസ്റ്ററിന് മുന്നോടിയായി വടക്കൻ ഇറ്റലിയിൽ കൊടുങ്കാറ്റ് ഹാൻസ് നാശം വിതച്ചതിന് പിന്നാലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കഠിനമായ കാലാവസ്ഥയാണ്. ചൊവ്വാഴ്ച മുതൽ ശക്തമായ കാറ്റും കനത്ത മഴയും ഇടിമിന്നലും തുടരുകയാണ് പലയിടങ്ങളിൽ. നീണ്ടു നിൽക്കുന്ന മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ബേസ്മെൻറ്റുകൾ ഉപയോഗിക്കരുതെന്നും നഗരപ്രദേശങ്ങളിൽ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുന്ന കണ്ടാൽ വിവരം അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ വടക്കൻ പ്രദേശങ്ങളിൽ അതീവ വെള്ളപ്പൊക്ക ജാഗ്രതയിലുമാണ്. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റിനെ
ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാനാണ് ഇപ്പോൾ പരമോന്നത കോടതിയുടെ ഉത്തരവ്. 1990 മുതൽ 92 വരെ അയച്ചു നയിച്ച ഫെർണാണ്ടോ കോളറിന് 2023 അഴിമതി ആരോപണം തെളിഞ്ഞെ തുടർന്ന് 8 വർഷവും 10 മാസവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. വെള്ളിയാഴ്ച വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അലഗോസിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും ഇനി വീട്ടുതടങ്കലിൽ വയ്ക്കുന്നതിന് പകരം മുൻ പ്രസിഡന്റ് ജയിലിൽ കഴിയേണ്ടി വരും. സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ പെട്രോബ്രാസിലെ കരാറുകൾ സുഗമമാക്കുന്നതിന് $3.5 മില്യൺ സ്വീകരിച്ചതിന് കോളറിനെ ശിക്ഷിക്കുകയായിരുന്നു കോടതി. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ബ്രിട്ടീഷ് യൂറോപ്യൻ പൗരന്മാർക്ക് സ്വതന്ത്രമായി യൂറോപ്പിലും UK-യിലും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതിന് വലിയ ഇളവുകൾ നൽകാൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇത് ബ്രസൽസുമായുള്ള UK-യുടെ ദീർഘകാലമുള്ള ബന്ധം പുതുക്കാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധം, ഊർജ്ജം, കുടിയേറ്റം എന്നിവ ഉൾപ്പെടുത്തി ബ്രെക്സിറ്റിന് ശേഷമുള്ള ഒരു കരാറിൽ യൂറോപ്യൻ യൂണിയനും UK-യും എത്തിച്ചേരുന്ന തുടക്കമായിട്ടാണ് ഈ കരാർ. ആയിരക്കണക്കിന് യൂറോപ്യന്മാരെ UK-യിലടക്കം താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന പദ്ധതിയാണ് യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നത്. അയർലൻഡിലെ 5-1 പേർ പാരമ്പര്യ വാക്സിനുകൾ എടുക്കാൻ തയ്യാറല്ലെന്ന് വേൾഡ് വൈഡ് ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്ക് ഓഫ് MR സർവേ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആഗോള ശരാശരിയെ അപേക്ഷിച്ച് അയർലൻഡിൽ കൂടുതൽ പേരും വാക്സിനുകളെ വിശ്വസിക്കുന്നുണ്ടെന്നും സർവേ കണ്ടെത്തി. അയർലൻഡ് അടക്കം ലോകത്തെ 38 രാജ്യങ്ങളിലെ 33,000 പേരെ പങ്കാളിയാക്കി നടത്തിയ സർവേയിലാണ് ഈ കണക്കുകൾ. ലോകത്ത് 1/3 പേരും പാരമ്പര്യ വാക്സിനുകൾ എടുക്കില്ലെന്നോ എടുക്കുമെന്ന് അറിയില്ലെന്നോ ആണ് പ്രതികരിച്ചതെന്ന് സർവേ പറയുന്നു. ഗൾഫ് ന്യൂസിലേക്ക്. സൗദി എയർലൈൻസ് 20 എയർബസ് വൈഡ് ബോഡി വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമായി. ഫ്രഞ്ച് കമ്പനിയായ എയർബസുമായി സൗദി ഗ്രൂപ്പ് കരാർ ഒപ്പുവെച്ചു. പുതിയ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് A330 നിയോ മോഡൽ വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് വാങ്ങുന്നത്. ഗ്രൂപ്പിൻ്റെ ബജറ്റ് എയർലൈനായ ഫ്ലൈ അദീലിന് വേണ്ടിയിട്ടാണ് 10 വിമാനങ്ങൾ. കാര്യക്ഷമത, ദീർഘദൂര പരിധി, വഴക്കം, പ്രവർത്തന വ്യാപ്തി എന്നിവയാണ് മോഡലിൻ്റെ സവിശേഷത. AI സാങ്കേതികവിദ്യയിൽ ലോകത്തെ മുൻനിരക്കാരാകുക എന്ന ലക്ഷ്യത്തോടെ പുതിയ AI അക്കാദമി പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശിയും ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യാഭ്യാസം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന മേഖലയെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് ഹംദാൻ രക്ഷാകർത്തത്തിൽ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ്റെ സംരംഭമായ ദുബായ് സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏപ്രിൽ 21 മുതൽ 25 വരെ എമിറേറ്റ്സ് ടവറിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലും ദുബായിലെ മറ്റു സ്ഥലങ്ങളിൽ നടന്ന ദുബായ് AI വീക്ക് 2025 അക്കാദമിയുടെ ലോഞ്ചിങ് പ്രഖ്യാപനം നടന്നത്. കുവൈറ്റിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഗതാഗത നിയമം മേക്കപ്പിൽ തൽപരരായ സ്ത്രീകൾക്ക് വിനയാണ്. പുതിയ നിയമപ്രകാരം വാഹനം ഓടിക്കുന്നതിനിടെ മേക്കപ്പ് ഇടുന്ന സ്ത്രീകളിൽ നിന്ന് 75 കുവൈറ്റ് ദിനാർ പിഴയായി ഈടാക്കും. പ്രധാന ലംഘനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗം, റോഡ് അടയാളങ്ങൾ പാലിക്കാതിരിക്കുക, തെറ്റായ ദിശയിലേക്ക് വാഹനം ഓടിക്കുക എന്നിവയെല്ലാം ഉണ്ട്. രാജ്യത്തുടനീളമുള്ള അശ്രദ്ധമായ ഡ്രൈവിംഗ് തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് കുവൈറ്റിൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വന്നത്. ഒമാൻ എയർ ജീവനക്കാരുടെ എണ്ണം പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി 500 പ്രവാസികൾ ഉൾപ്പെടെ 1000 ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. ഗതാഗത, ആശയവിനിമയ, വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മഖ്വിലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2024 മേഖലയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ എയറിൽ 4300 ജീവനക്കാരായിരുന്നു നേരത്തെ ജോലി ചെയ്യുന്നത്. ജീവനക്കാരെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഇതിൽ 310 പേരാണ് ഓഫർ സ്വീകരിച്ചത്. ശേഷിക്കുന്നവർക്ക് ഒമാൻ എയർ അതേ ശമ്പളത്തോടെയും എന്നാൽ ക്രമീകരിച്ച ജോലി ശിക്ഷണങ്ങളും കുറഞ്ഞ ആനുകൂല്യങ്ങളുമുള്ള ബദൽ തൊഴിലവസരങ്ങൾ നൽകിയതായും വ്യക്തമാക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്ത തുടരും. വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. കാർഷിക മേഖലയുടെ നവീകരണത്തിന് ലഭിച്ച ലോകബാങ്ക് വായ്പ സർക്കാർ വകമാറ്റി ചെലവഴിച്ചതായി റിപ്പോർട്ട്. കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് അനുവദിച്ച 139.66 കോടി രൂപയാണ് വകുപ്പിന് നൽകാതെ മറ്റു കാര്യങ്ങൾക്ക് ചെലവിട്ടത്. പണം ലഭിച്ചാൽ പദ്ധതി നടത്തിപ്പിനുള്ള അക്കൗണ്ടിലേക്ക് നൽകാമെന്ന വ്യവസ്ഥ ലംഘിച്ചാണ് ഇങ്ങനെ വകമാറ്റിയതെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ലോകബാങ്ക് അധികൃതർ മെയ് മാസം ആദ്യം കേരളത്തിലെത്തും. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 136.66 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.37 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഒമാൻ ചെയർമാൻസ് 11-മായുള്ള 3ാം ഏകദിന മത്സരത്തിൽ കേരള ടീമിന് 76 റൺസ് വിജയം. ഇതോടെ 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ കേരളം 2-1 മുന്നിലെത്തി. 45 ഓവർ വീതമാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം 8 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാൻ ടീമിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് മാത്രമാണ് എടുക്കാനായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഒരു നിർണായക ദൗത്യത്തിന് എപ്പോൾ വേണമെങ്കിലും സജ്ജമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേന. ദൗത്യത്തിന് തയ്യാറെന്നും നാവികസേന അധികൃതർ. റഷ്യ ഉക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷം രൂക്ഷമായി. ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര സമയത്ത് US പ്രസിഡന്റ് ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. വർദ്ധിച്ചുവരുന്ന വ്യാപാര പിരിമുറുക്കങ്ങളും ട്രംപിന്റെ കീഴിലെ താരിഫുകളും ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നാണയനിധി 2025 ആഗോള വളർച്ചാ പ്രവചനം 2.8% താഴ്ത്തി. പണപ്പെരുപ്പ ആശങ്കകൾക്കിടയിൽ UK-യിലുടനീളം ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയുന്നു. വാക്സിനേഷൻ വഴി തടയാൻ കഴിയുന്ന രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പൊട്ടിപ്പുറപ്പെടലിനെക്കുറിച്ച് ആശങ്കാജനകമായ സൂചനകൾ നൽകി ലോകാരോഗ്യ സംഘടന. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ബ്രിട്ടീഷ് യൂറോപ്യൻ പൗരന്മാർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതിന് വലിയ ഇളവുകൾ നൽകാനൊരുങ്ങി യൂറോപ്യൻ യൂണിയൻ. 20 എയർബസ് വൈഡ് ബോഡി വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്ത് സൗദി എയർലൈൻസ്. ഇന്നത്തെ ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.